അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് ഉണ്ണിമുകുന്ദൻ ഇന്ന് മാർക്കോയിലൂടെ സൂപ്പർ താര പദവിയിലെത്തിച്ചേർന്നിരിക്കുന്നത്. മലയാളം ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന് പോലും പലതരം കളിയാക്കലുകളും അവഗണനകളുമെല്ലാം ഉണ്ണിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഷെയ്ൻ നിഗം ഒരു ഇന്റർവ്യൂവിൽ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് മോശമായി ഉച്ചരിച്ച് കളിയാക്കിയതും നിത്യമേനോൻ ഉണ്ണിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ തയ്യാറാകാതിരുന്നതുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. ഇപ്പോഴിതാ മാർക്കോയുടെ വൻ വിജയത്തിന് ശേഷവും ചില താരങ്ങൾ ഉണ്ണിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. ജാഫർ ഇടുക്കിയോട് ഒരു ഇന്റർവ്യൂവിൽ മാർക്കോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാർക്കോ കീർക്കോ എന്ന രീതിയിൽ കളിയാക്കിയാണ് ജാഫർ ഇടുക്കി സംസാരിച്ചത്. അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമൂടും ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മാർക്കോയെ പോലെ വെട്ടും കുത്തുമൊന്നുമില്ലാത്ത ഫാമിലി മൂവിയാണ് തന്റെ സിനിമയെന്നും പറഞ്ഞിരുന്നു. ഉണ്ണിമുകുന്ദന്റെ സിനിമ ആയതുകൊണ്ടല്ലേ ഇവർ ഇങ്ങനെ പറഞ്ഞത്? മറിച്ച് മറ്റേതെങ്കിലും താരങ്ങളുടെ പടമായിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ മോശം പരാമർശങ്ങൾ നടത്തുമായിരുന്നോ? ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണവുമായി ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഉണ്ണിയുടെ വാക്കുകൾ ഇങ്ങനെ: ബ്രോ, ഇതിലും വലിയ അറ്റാക്കുകൾ നേരിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനത്തെ അറ്റാക്കുകൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത് പോലെ ഞാനും റിയാക്ട് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ അതിൽ നിന്നെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയല്ലേ അവർ പറഞ്ഞത്, സാരമില്ല. അവർ തമാശയ്ക്ക് പറഞ്ഞതാവും. ഞാൻ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. എന്റെ സിനിമ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, എനിക്കത് മതി. ഉണ്ണി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.